പുതുവത്സര തലേന്ന് പിറവംകാർ ഉണർന്നത് ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. ഭാര്യയെയും മക്കളെയും വെട്ടിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി. വെട്ടേറ്റ് ഭാര്യ മരിച്ചു. പരിക്കേറ്റ 2 മക്കളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടുകൊണ്ട പെൺകുട്ടികൾ അയൽവാസികളെ ഫോണിൽ വിളിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. കക്കാട് സ്വദേശി തറമറ്റത്തിൽ ബേബിയാണ് ഭാര്യ സ്മിതയെ വെട്ടിക്കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തത്. വീട്ടിലെ ഹാളിലും കിടപ്പുമുറിയിലും രക്തം കട്ടപിടിച്ച് കിടക്കുന്ന നിലയിലാണ്. അതിനിടെ ഹാളിലെ ഭിത്തിയിൽ ബേബി എഴുതിയതെന്ന് കരുതുന്ന ചില കുറിപ്പുകളുണ്ട്. പുതുവത്സര ആശംസകളും ഭിത്തിയിൽ എഴുതിയിരുന്നു. ഇതിനു പുറമെയാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്ന് കരുതുന്ന നിരവധി കാരണങ്ങളും ഭിത്തിയിൽ എഴുതിയിട്ടിരുന്നത്. ഇതിനൊപ്പം ഫോട്ടോ അടങ്ങിയ ഒരു കവറും ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് കൃത്യത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക സൂചന. സംഭവത്തിൽ പിറവം ഇൻസ്പെക്ടർ DS ഇന്ദ്രരാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് ആക്രമണം നടന്നതെന്നാണ് പ്രാഥമിക വിവരം. ഭാര്യയെയും 2 പെൺമക്കളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ബേബി മറ്റൊരു മുറിയിൽ കയറി ജീവനൊടുക്കുകയായിരുന്നു. വെട്ടേറ്റ പെൺകുട്ടികൾ മുകളിലത്തെ നിലയിലെ മുറിയിൽ ഓടിക്കയറി വാതിലടച്ചതാണ് രക്ഷയായത്. വെട്ടേറ്റ കുട്ടികളെ ആദ്യം പിറവത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കിടപ്പുമുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലാണ് സ്മിതയുടെ മൃതദേഹം കണ്ടെത്തിയത്. വെട്ടാൻ ഉപയോഗിച്ച വാക്കത്തിയും മൃതദേഹത്തിന് സമീപത്തുണ്ടായിരുന്നു. മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളും മുറിയിലുണ്ട്. വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയ 2 മക്കളും ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമാണ്. ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിലും. ബേബി മുൻപ് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. 18ഉം 21ഉം വയസ്സുള്ള പെൺമക്കൾ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. രാവിലെ ഇവരുടെ വീട്ടിൽ നിന്ന് ബഹളം കേട്ടിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പിന്നാലെ ചിലരെ പെൺകുട്ടികൾ വിളിച്ചു. ഓടിയെത്തിയ നാട്ടുകാരാണ് ദാരുണമായ കാഴ്ച കാണുന്നത്. ഉടനെ മക്കളെ ആശുപത്രിയിലെത്തിച്ചു. സ്മിത അപ്പോഴേക്കും മരിച്ചിരുന്നു. പിറവം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ എടുത്തു. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതായി പോലീസ് വ്യക്തമാക്കി. അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു. ചികിത്സയിലുള്ള പെൺകുട്ടികളുടെ മൊഴി നിർണായകമാകും. സംശയരോഗം അടക്കം ബേബിക്കുണ്ടായിരുന്നുവെന്ന് സൂചനകളുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.